എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. +1 എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ വെച്ചിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് എടുക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. അപ്പോൾ 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ ഞാൻ ചെയ്യുന്നത്. ഒന്ന് ഫോക്കസ് ഏരിയ വെച്ചിട്ടുള്ള കൺസെപ്റ്റ് ഡിസ്കഷൻ, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതിന്ന് വരാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫോക്കസ് ഏരിയയിൽ തന്നിരിക്കുന്നത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതേപോലെ ഹുക്സ് ലോ, സ്ട്രെസ് സ്ട്രെയിൻ കർവ്. അതായത് ഇത്രയും വളരെ കുറഞ്ഞ ടോപ്പിക് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പം നമുക്ക് അത് വെച്ചിട്ട് മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഒരു ഫോക്കസ് ഏരിയ മാത്രം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റില്ല. അപ്പം വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവാം. ഇലാസ്റ്റിസിറ്റി എന്നുള്ളതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ മെയിനായിട്ടുള്ള ഡിസ്കഷൻ വരുന്നത്. അപ്പം ഒരു മെറ്റീരിയലിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇലാസ്റ്റിക് മെറ്റീരിയൽ, പിന്നെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്, പക്ഷേ എന്താണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ദ പ്രോപ്പർട്ടി ഓഫ് എ സോളിഡ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻസ് വെൻ ദ എക്സ്റ്റേണൽ ഡീഫോമിംഗ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ഇറ്റ് ഈസ് റിമൂവ്ഡ്. ഇറ്റ്സ് കോൾഡ് ആസ് ഇലാസ്റ്റിസിറ്റി. Property of a solid by virtue of which it regains its original configuration. അതായത് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ ഫോഴ്സിനെ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതേ പൊസിഷനിലേക്ക്, അതായത് അതിൻ്റെ അതേ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റബ്ബർ ബാൻഡ് വലിച്ചു വിട്ടു. റബ്ബർ ബാൻഡ് വലിച്ചു വിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് തിരിച്ച് അതിൻ്റെ അതേ ഷേപ്പിലേക്ക് വരും. പക്ഷേ നമ്മൾ ഒരു ഫോഴ്സ് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഫോഴ്സിന് ബിയോണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ റബ്ബർ ബാൻഡ് തിരിച്ച് ആ ഒരു രൂപത്തിലേക്ക് വരില്ല. നമുക്കറിയാം, അതിൻ്റെ ഒരു ഇലോങ്ങേഷൻ സംഭവിക്കും അല്ലേ? അപ്പം അതിൻ്റെ ആ പ്രോപ്പർട്ടിയാണ് എന്ത്? ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ഇലാസ്റ്റിസിറ്റി ബേസ് ചെയ്തിട്ട് 2 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിയും പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി. പ്ലാസ്റ്റിക്കും ഇലാസ്റ്റിക്കും ഒക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ റെഗുലറായിട്ട് കേൾക്കുന്ന വേർഡ്സ് ആണ്, പക്ഷെ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ എ ബോഡി ഈസ് സെഡ് ടു ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇഫ് ഇറ്റ് കംപ്ലീറ്റ്ലി റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഫോം വെൻ ദ ഡിഫോമിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റ് ഈസ് റിമൂവ്ഡ്. നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്താലും തിരിച്ച് അതിൻ്റെ അതേ ഷേപ്പിലേക്ക് തിരിച്ചു വരുന്ന മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്? ക്വാർട്സ് ഫൈബർ. അതേപോലെ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ എ ബോഡി ഈസ് സെഡ് ടു ബി പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ഇഫ് ഇറ്റ് ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ ഫോം ഈവൻ സ്ലൈറ്റ്ലി വെൻ ദ ഡിഫോമിംഗ് ഫോഴ്സ് ഇസ് റിമൂവ്ഡ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പാരഫിൻ, വാക്സ്, വെറ്റ്, ക്ലേ എന്നൊക്കെ ഉള്ളത് പ്ലാസ്റ്റിക് ബോഡീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഫോഴ്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെറിയൊരു എമൗണ്ടിലുള്ള ഫോഴ്സ് ആണെങ്കിലും നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരില്ല. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് എന്ത്? സ്ട്രെസ്സും സ്ട്രെയിനും. ഓക്കെ, അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റിസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ ബോഡി, ദാറ്റ് ഈസ് കോൾഡ് ആസ് സ്ട്രെസ്. ഓക്കെ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റിസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പം നമുക്കൊരു ഇക്വേഷൻ എഴുതാം. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, റിസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ ആണ് അതിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും വരിക? യൂണിറ്റ് ഓഫ് സ്ട്രെസ് ഇസ് ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സ് ന്യൂട്ടണിലാണ്, ഏരിയ മീറ്റർ സ്ക്വയറിലാണ്. അപ്പം ന്യൂട്ടൺ മീറ്റർ റേസ് ടു -2 ആണ് എന്ത്? സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കാം. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചൊരു യൂണിറ്റ് ആണ് പ്രഷർ എന്നുള്ള കൺസെപ്റ്റിൽ അല്ലേ? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് പെർ ഏരിയ ആണ്. അപ്പം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റിസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ബട്ട് നമുക്ക് ഡയമെൻഷനലി നോക്കുമ്പം സ്ട്രെസ്സും പ്രഷറും എല്ലാം സെയിം ഡയമെൻഷനാണ്, സെയിം യൂണിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെസ്സിന് തന്നെ അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക ഫോഴ്സ് പെർ ഏരിയ ആണ് സ്ട്രെസ്സ്. അപ്പം സ്ട്രെസ്സിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ട് സ്ട്രെസ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നുണ്ട്. അതിലെ മെയിൻ ക്ലാസിഫിക്കേഷനാണ് എന്ത്? നോർമൽ സ്ട്രെസ് എന്നുള്ളത്.
അപ്പം നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ദ റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് എ ബോഡി ഈസ് കോൾഡ് ആസ് നോർമൽ സ്ട്രെസ്. അപ്പം റെസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ സർഫസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് നോർമൽ സ്ട്രെസ്. ആ നോർമൽ സ്ട്രെസ്സിനെ രണ്ടായി കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് വീണ്ടും, ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ്സും. അപ്പം ടെൻസൈൽ സ്ട്രെസ്സും കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ വലിക്കുകയാണ്, ഇലോങ്ങേറ്റ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഒരു സിലിണ്ടർ കാണാം, അതിന് നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് രണ്ട് സൈഡിൽ നിന്നും ഇലോങ്ങേറ്റ് ചെയ്യാണ് അല്ലേ. അപ്പം ആ ഇലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സ്ട്രെസ്സിനെയാണ് എന്ത് പറയുന്നത്, ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ. കംപ്രസീവ് സ്ട്രെസ്സോ, കംപ്രസീവ് സ്ട്രെസ് അഗെയിൻ നമ്മൾ ഓരോ ഒബ്ജക്റ്റിനെ കംപ്രസ് ചെയ്യണം. അപ്പോൾ ഈ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ നോക്കുക. കംപ്രസീവ് സ്ട്രെസ്സിൻ്റെയും ടെൻസൈൽ സ്ട്രെസ്സിൻ്റെയും ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഡയഗ്രാം മാത്രം മതി. നമ്മൾ ടെൻസൈൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്താണ്, നോർമൽ സ്ട്രെസ്സിൻ്റെ കാറ്റഗറിയാണ് ഇത് വരുന്നത്. അപ്പം നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഇലോങ്ങേറ്റ് ചെയ്യാണ്. കംപ്രസീവ് സ്ട്രെസ്സിന് രണ്ട് സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ ഒരു ഒബ്ജക്റ്റിലേക്കാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി പെർപെൻഡിക്കുലർ. അപ്പോൾ ഇവിടെയും നമ്മൾ രണ്ട് ടൈപ്പ് ആയാലും ഏത് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആയാലും ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. അപ്പം ഇക്വേഷൻ സെയിം ആണ്, പക്ഷെ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇത് ലെങ്ത് വൈസ് ഉള്ളതാണ് എന്ത്, ടെൻസൈലും കംപ്രസീവും വരുന്നത്. അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്യണം, പെർപെൻഡിക്കുലറായിട്ട് പുഷ് ചെയ്യുമ്പോൾ അതിന് either കംപ്രഷൻ അല്ലെങ്കിൽ ഇലോങ്ങേഷൻ വരും. ഇലോങ്ങേഷൻ ആണെങ്കിൽ അത് ടെൻസൈൽ സ്ട്രെസ് വരും. കംപ്രഷൻ ആണ് വരുന്നതെങ്കിൽ അത് കംപ്രസീവ് സ്ട്രെസ് ആയിട്ട് വരും. അടുത്ത കാറ്റഗറിയാണ് എന്ത്, ടാൻജൻഷ്യൽ ഓർ ഷിയറിംഗ് സ്ട്രെസ്. ഓക്കെ. ടാൻജൻഷ്യൽ ആയിട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, ടാൻജൻഷ്യൽ സ്ട്രെസ് ഇസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ഫോഴ്സ് ആക്ടിങ് ടാൻജൻറ്റ് ടു ദ സർഫസ് ടു ദ ഏരിയ ഓഫ് ദ സർഫസ്. അപ്പോൾ ഇവിടെ ഒരു ക്യൂബിക്കൽ മെറ്റീരിയൽ, നമുക്കൊരു ബുക്ക് തന്നെ എടുക്കാം. വലിയൊരു തടിയുള്ളൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുക. അതായത് ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് ഓർ സ്ട്രെസ് ഓർ ഷിയറിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ദ ഫോഴ്സ് ആക്ടിങ് ടാൻജൻറ്റ് ടു ദ സർഫസ് ടു ദ ഏരിയ ഓഫ് ദ സർഫസ് ആണ് എന്ത്, ഷിയറിംഗ് സ്ട്രെസ് ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ തന്നെയാണ്. പക്ഷേ അവിടെ ടാൻജൻഷ്യൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അവിടെ എന്ത്, ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെ ഫോർമുല വരുന്നത്. യൂണിറ്റും എല്ലാം സെയിം ആണ്. അതേപോലെ ബൾക്ക് സ്ട്രെസ് ഓർ വോള്യൂം സ്ട്രെസ് ഓർ ഹൈഡ്രോളിക് സ്ട്രെസ്, ഇതെല്ലാം ഒരേ സംഭവമാണ്. ബൾക്ക് സ്ട്രെസ് അതായത് വോള്യൂം, നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയാൻ കാരണം ഫ്ലൂയിഡ്സിലാണ് നമ്മൾ ഒരു ഫുൾ വോള്യത്തിൻ്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. എല്ലാ ഡയറക്ഷനിൽ നിന്നും നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ബൾക്ക് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ഒബ്ജക്റ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ആസ് ഹൈഡ്രോളിക് സ്ട്രെസ് ഓർ ബൾക്ക് സ്ട്രെസ് ഓർ വോള്യൂം സ്ട്രെസ്. അപ്പം ഇവിടെ നമ്മൾ എല്ലാ ഡയറക്ഷൻസിൽ നിന്നും ഈ സ്ട്രെസ്സിനെ നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ നിന്ന് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ വോള്യമാണ് അവിടെ ചേഞ്ച് ആവുന്നത്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ സർഫസ് ഏരിയയിലും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വോള്യത്തിൽ ചേഞ്ച് വരുന്നുണ്ട്. അപ്പം ഇതാണ് എന്ത്, വോള്യൂം സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുന്നത്, ബൾക്ക് സ്ട്രെസ്. ഈ മൂന്ന് നെയിമും മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു കൺസെപ്റ്റാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ടു ദ ഒറിജിനൽ കോൺഫിഗറേഷൻ ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ആസ് സ്ട്രെയിൻ. ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ, ഈ വേർഡ് കണ്ട് പഠിക്കേണ്ട. ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ഏതൊക്കെയാണ് നമ്മുടെ കോൺഫിഗറേഷൻസ് എന്ന് പറയുന്നത്, നമുക്ക് ലെങ്ത് ചേഞ്ച് ചെയ്യാം, ഏരിയ ചേഞ്ച് ചെയ്യാം, അതേപോലെ വോള്യൂം ചേഞ്ച് ചെയ്യാം അല്ലേ. അപ്പം ഇവിടെ നമ്മൾ 3 തരത്തിലുള്ള സ്ട്രെസ് കണ്ടു. ആദ്യത്തെ എന്തായിരുന്നു, either elongation ഓർ കംപ്രഷൻ. പിന്നെ ഒരു സൈഡ് വൈസ് അല്ലെ, ഒരു ആംഗിൾ, ഒരു ഫോഴ്സ് ടാൻജൻഷ്യലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഒരു സൈഡ് വൈസ് ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്, ഷിയറിംഗ് സ്ട്രെസ് വരുന്നുണ്ട് അവിടെ. പിന്നെ ഉള്ളത് വോള്യൂം സ്ട്രെസ് ആണ്.
അപ്പം പലതരത്തിൽ ചേഞ്ചസ് വരാം ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം. അപ്പം ഒറിജിനൽ ആദ്യമായിട്ട് ഒരു സൈസ് ഒരു ഷേപ്പൊക്കെ ആ ഒബ്ജക്റ്റിന് ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് വേറൊരു ഷേപ്പ്, അതായത് ആ ഷേപ്പ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നീളം കൂടുക അല്ലെങ്കിൽ കുറയുക, അല്ലെങ്കിൽ ഏരിയയിലൊരു കംപ്രഷൻ വരിക, അല്ലെങ്കിൽ വോള്യത്തിലൊരു ചേഞ്ച് വരിക, അങ്ങനെ പല ചേഞ്ചുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ച് ഇൻ കോൺഫിഗറേഷൻ ടു ഒറിജിനൽ കോൺഫിഗറേഷനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് നോ യൂണിറ്റ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? ഇതിന് യൂണിറ്റ് ഒന്നുമില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഒരേ ടൈപ്പുള്ള ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ ആണ് എന്ത് സ്ട്രെയിൻ. അപ്പം ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണെങ്കിൽ തന്നെ ലെങ്ത്തും സെയിം ആണ് അല്ലേ. അപ്പം അതിൻ്റെ റേഷ്യോ, അതിൻ്റെ യൂണിറ്റ് ഉണ്ടാവില്ല അവിടെ. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെയിനിനെ തന്നെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം എന്നുള്ളതാണ്. 3 ടൈപ്പിലുള്ള സ്ട്രെയിനാണുള്ളത്: ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ ആൻഡ് ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത്, അതാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ്റെ ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പം വോളിയം സ്ട്രെയിനോ, നമ്മുടെ വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത് ആദ്യം ഒരു വോള്യം ഉണ്ടായിരുന്നു, ആദ്യം ഒരു ഒബ്ജക്റ്റിനൊരു വോള്യം ഉണ്ടായിരുന്നു. അപ്പം അവിടെ ബൾക്ക് സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് ആണ് അവിടെ ആപ്ലിക്കബിൾ എങ്കിൽ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോള്യം ടു ദ ഒറിജിനൽ വോള്യം ഓഫ് ദ ബോഡി ഈസ് കോൾഡ് ആസ് വോള്യം സ്ട്രെയിൻ. അപ്പം വോള്യം സ്ട്രെയിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റുന്നത് ഡെൽറ്റ വി ബൈ വി, ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. നമ്മളതിനെ വോള്യം സ്ട്രെയിനെ നെഗറ്റീവ് സൈൻ കാണിക്കും, മൈനസ് ഡെൽറ്റ വി ബൈ വി കാണിക്കും. എന്താണെന്ന് വെച്ചാൽ വോള്യം വിൽ ബി ഡിക്രീസിങ് വെൻ ദ ബോഡി ഈസ് അണ്ടർ ദ ബൾക്ക് സ്ട്രെസ്. അതുകൊണ്ട് വോള്യം സ്ട്രെയിനിൻ്റെ ഇക്വേഷനാണ് മൈനസ് ഡെൽറ്റ വി ബൈ വി. ഇനി അടുത്തത് എന്താണ്? ഷിയർ സ്ട്രെയിൻ. ഓക്കെ, അപ്പം ഇത് ഷിയർ സ്ട്രെസ് വരുന്നത് ഷിയർ സ്ട്രെയിൻ വരുന്നത് ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പം ഷിയർ സ്ട്രെസ്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ the angle through which the face of a body originally perpendicular to the fixed force is turned when it is under shearing stress. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് ഷിയർ സ്ട്രെയിൻ എന്ന് പറയാം. എന്നോട് പറയാം, ഷിയർ സ്ട്രെയിൻ is defined as the angle through which the face of a body originally perpendicular to the fixed face is turned when it is under the shearing stress. അതാണ് എന്ത് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരത്തെ കണ്ട ഒരു പിക്ചർ എടുക്കാം. ഇവിടെ നമ്മൾ ബോഡി എന്താണ്, ഇതിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആണ് അല്ലേ ഈ സർഫസിന്. അപ്പോൾ ആ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് പറ്റി, ഇവിടെ ഒരു ആംഗിൾ അവിടെ അത് ടിൽട്ടായി. ആ ആംഗിൾ അതാണ് എന്ത് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഷിയറിംഗ് സ്ട്രെയിൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എൽ. അപ്പം എക്സ് എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന എന്താ പറയുക ആ ഒബ്ജക്റ്റ് എങ്ങനെയായിരുന്നു, ഇതായിരുന്നു നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഒബ്ജക്റ്റ്. അപ്പം എൽ ആണ് അതിൻ്റെ സൈഡ് എന്ന് വെച്ചോ, അതിൻ്റെ ലെങ്ത്ത്, ഒറിജിനൽ ലെങ്ത്ത് എത്രയായിരുന്നു, എൽ ആ സൈഡിൻ്റെ. അപ്പം നമ്മൾ ആ ഷിയറിങ് ഇത് അപ്ലൈ ചെയ്തപ്പോൾ എന്ത് പറ്റി, ഇതായിരുന്നു ഒറിജിനൽ പൊസിഷൻ. ഇപ്പം എന്ത് പറ്റി, ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റായി അല്ലേ. അപ്പോൾ എത്ര ഷിഫ്റ്റായി, എക്സ് ഡിസ്റ്റൻസിൽ ഷിഫ്റ്റായി. അപ്പോൾ ഇതാണ് എന്ത് തീറ്റ വരുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഇവിടെ ഒറിജിനൽ ലെങ്ത് ഉണ്ടായിരുന്നത് ഓൾറെഡി അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം എക്സ് ബൈ എൽ, എക്സ് എന്ന് പറഞ്ഞാൽ എത്ര ഷിഫ്റ്റ് നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പം എത്ര ഷിഫ്റ്റ് ചെയ്തു ആ ഒരു ഡയറക്ഷനിൽ, അതാണ് എന്ത് എക്സ്. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ബൈ എൽ. ഇതാണ് എന്ത് ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്ട്രെസ്സും സ്ട്രെയിനും എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത്, ഫോക്കസ് ഏരിയയിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ് അല്ലെങ്കിൽ വേരിയേഷൻ ഓഫ് സ്ട്രെയിൻ വിത്ത് സ്ട്രെസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേരിയേഷൻ ഓഫ് സ്ട്രെയിൻ വിത്ത് സ്ട്രെസ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിനനുസരിച്ചിട്ട് സ്ട്രെയിൻ എങ്ങനെ ചേഞ്ച് ചെയ്യും. ഇവിടെ ഒരുപാട് ടേംസ് നമ്മൾ ഓർമ്മിക്കാനുണ്ട്. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ നിങ്ങൾക്ക് ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് കാണും. ഓക്കെ, അപ്പം എവിടെ വരെ ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് കാണുന്നത്,
പോയിന്റ് എ വരെ നിങ്ങൾക്ക് അത് സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണാം അല്ലേ. അതായത് സ്ട്രെസ്സും സ്ട്രെയിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് എന്ത്, അപ് ടു ദ പോയിന്റ് എ. ഓക്കെ, അപ്പം ആ പോയിന്റ്, ആ സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് എ, സ്ട്രെസ് കറസ്പോണ്ടിങ് ടു ദ പോയിന്റ് എ ഈസ് കോൾഡ് ആസ് പ്രപ്പോർഷണൽ ലിമിറ്റ്. അപ്പം പോയിന്റ് എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് എന്ത് പറയുന്നത്, പ്രപ്പോർഷണൽ ലിമിറ്റ്. ഇതിൽ ടേംസ് ആണ് മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്, പ്രപ്പോർഷണൽ ലിമിറ്റ്. അപ്പം അതായത് അപ് ടു ദാറ്റ് പ്രപ്പോർഷണൽ ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതായത് സ്ട്രെസ് കൂടുമ്പം സ്ട്രെയിനും കൂടും. അതിനുശേഷം നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെ ഒരു സ്ട്രെസ് ഉണ്ട്, നമ്മൾ പിന്നെയും സ്ട്രെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ട്രെസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റും, സ്ട്രെയിനും അവിടെ കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളൊരു ഇലാസ്റ്റിസിറ്റീൻ്റെ കൺസെപ്റ്റിൽ എന്താണ്, നമ്മൾ ഫോഴ്സ് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഒറിജിനൽ ഷേപ്പിലേക്ക് വരണം അല്ലേ. അപ്പം പോയിന്റ് എ ടു ബി നമ്മൾ പിന്നെയും സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഒ ടു ബി നമ്മൾ ഇവിടുന്ന് തൊട്ടിട്ട് ആദ്യം മുതൽ ഒ മുതൽ ബി വരെയുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ സ്ട്രെസ് അപ് ടു ദാറ്റ് സ്ട്രെസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് തിരിച്ച് അതിൻ്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യും. പക്ഷെ നമ്മൾ അതിന് ശേഷം ഒരു ചെറിയ എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ കൂടി എന്താണ്, നമുക്ക് ഒരുപാട് സ്ട്രെയിൻ കാണാൻ പറ്റും ആ ഒബ്ജക്റ്റിൽ. അതായത് നമ്മൾ റബ്ബർ ബാൻഡിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ചൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അത് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിൽ വരുന്നു, കുറച്ചുകൂടി അപ്ലൈ ചെയ്യുന്നു, അങ്ങനെ നമ്മൾ ഫോഴ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്ക് അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ആ ഒരു ആദ്യം ഉണ്ടായ ഒരു പാറ്റേൺ ആയിരിക്കില്ല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ കാണുക. അപ്പം നമ്മൾ ആ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സ് ഈ ഒരു പോയിന്റിൽ ബി, അതായത് ആ പോയിന്റാണ് നമ്മൾ എന്ത് പറയണത്, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ മാക്സിമം സ്ട്രെസ് ഓൺ ദ റിമൂവൽ ഓഫ് വിച്ച് ദ ബോഡി റീഗെയിൻ ദെയർ ഒറിജിനൽ ഡയമെൻഷൻ. അപ് ടു ഇലാസ്റ്റിക് ലിമിറ്റ് ആ എമൗണ്ട് ഓഫ് സ്ട്രെസ് വി ആർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത്, ആ ഒബ്ജക്റ്റിന് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരാൻ പറ്റും. പക്ഷേ ആ ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം നമ്മൾ സ്ട്രെസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റിൽ അവിടെ സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ ആ സ്ട്രെയിൻ കൂടുതലായിരിക്കും കമ്പയർഡ് ടു ദ അതർ സ്ട്രെയിൻ പ്രൊഡ്യൂസ് അപ് ടു പോയിന്റ് ബി. സ്ട്രെസ് വാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. After the elastic limit, for a small amount of stress, there will be a large amount of strain visible on the object. Okay? അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റിങ് കഴിഞ്ഞ് എന്താ പറയുക, ഒരു പോയിന്റ് സി വരെ അത്രയും ചെറിയ എമൗണ്ട് ഓഫ് സ്ട്രെസ്സേ നമ്മളവിടെ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഒ ടു ബി നമുക്ക് ഇലാസ്റ്റിക് ബിഹേവിയർ ആണ് ഒബ്ജക്റ്റ് കാണിക്കുന്നതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ആ ഒരു സി എന്നുള്ള ഒരു പോയിന്റ് ഇലാസ്റ്റിക് ലിമിറ്റും കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ വലിയൊരു സ്ട്രെയിനാണ് നമുക്കവിടെ ഒബ്ജക്റ്റിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ സി ടു എഫ് എന്നുള്ള ആ ഒരു റീജിയനിൽ സ്ട്രെസ്സിൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വാല്യൂ നോക്കൂ, ഇവിടുന്ന് സ്ട്രെസ്സിൻ്റെ ഗ്രാഫിലേക്ക് നോക്കൂ, അവിടെ ചെറിയ എമൗണ്ട് ഓഫ് സ്ട്രെസ്സേ കൂട്ടിയിട്ടുള്ളൂ. അപ്പോഴേക്കും അത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ബിയോണ്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പം അവിടുന്ന് നമ്മൾ പിന്നെയും അവിടുന്ന് സ്ട്രെസ്സ് നമ്മൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ട്രെയിൻ നല്ലോണം കൂടിയിട്ട് ഒരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക് പോകും. അപ്പം ഈ റീജിയനെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് പ്ലാസ്റ്റിക് റീജിയൻ, അല്ലെങ്കിൽ ദ ഒബ്ജക്റ്റ് ഷോസ് പ്ലാസ്റ്റിക് ബിഹേവിയർ. അപ്പം പ്ലാസ്റ്റിക് എന്താണെന്ന് ഞാൻ ആദ്യത്തെ ഡിസ്കഷനിൽ പറഞ്ഞു കഴിഞ്ഞു. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോഴ്സ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ ഷേപ്പിലേക്ക് വരില്ല. അതിനെയാണ് എന്ത് പറയുന്നത്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ബിയോണ്ട് പോയിന്റ് സി അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നമുക്ക് പറയാം അതിനെ പെർമനൻറ്റ് സെറ്റ് എന്ന് പറയും അതിനെ. അതായത് ആ ഒരു ഒബ്ജക്റ്റ് പ്ലാസ്റ്റിക് ആയി മാറി. അപ് ടു പോയിന്റ് ബി ഇലാസ്റ്റിക് ആയിരുന്ന ആ ഒരു മെറ്റീരിയൽ അതിനുശേഷം എന്ത് പറ്റി, അതിനുശേഷം അത് പ്ലാസ്റ്റിക് നേച്ചറിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ മെറ്റീരിയൽ ബ്രേക്ക് ആവും. അതിനെ നമ്മൾ എന്താ പറയുക, ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയും. ഫ്രാക്ചർ
fracture point. Okay, അപ്പോൾ നമുക്ക് പറയാം the wire will break at the point F and that point is called as fracture point or breaking point. അതായത് നമ്മൾ ഫോഴ്സ് പിന്നെയും കൂട്ടിക്കൊണ്ടിരുന്നാൽ അപ്പോൾ അതിൻ്റെ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും. ആ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ ലിമിറ്റ് കടന്നു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ബ്രേക്ക് ആവും. ഓക്കെ, ഫ്രാക്ചർ പോയിന്റ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ബ്രേക്ക് ആവും. അപ്പം ഇത്രയാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം, നമ്മൾ O to A എന്നുള്ളത് ശരിക്കും അതിന് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്ന് പറയും. A ആണ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. അപ്പം O to A നമ്മൾ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. പിന്നെ സ്ലൈറ്റ് ഇൻക്രീസ് ഇൻ സ്ട്രെസ് വിൽ പ്രൊഡ്യൂസ് എ ലാർജസ്റ്റ് സ്ട്രെയിൻ. അപ്പം അപ് ടു ദ പോയിന്റ് B, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇലാസ്റ്റിക് ലിമിറ്റ്, the object will regain its original configuration even after the withdrawal of the deforming force. Pinne after the elastic limit, beyond elastic limit, small amount of stress will give a large amount of strain on the object. After the point, after that permanent set, then the object behaves as plastic material. We call it as plastic behavior, and once the stress reaches to the breaking point, the material will be breaking. അത്രയാണ് നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവിനെ പറ്റി പറയാനുള്ളത്. അപ്പം നിങ്ങളത് പഠിച്ചു വെക്കുക. ഗ്രാഫ് വരക്കാൻ പഠിക്കണം. അപ്പം ഓരോ ടേമും ഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യനും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. ഓക്കെ, റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. റബ്ബർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് which is more elastic, steel or rubber? അപ്പം നമ്മൾ ഓട്ടോമാറ്റിക് എന്താ പറയാൻ പോണത്? റബ്ബർ എന്നാണ് എല്ലാവരുടെയും മനസ്സിൽ വരിക. പക്ഷേ സ്റ്റീലാണ് റബ്ബറിനെ കാണിയും ഇലാസ്റ്റിക് ആയി വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? സ്റ്റീലും റബ്ബറും എടുത്തു കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? ആഫ്റ്റർ ദ withdrawal of the force, the object should regain its original shape. അല്ലേ? പക്ഷേ ഈ റബ്ബർ എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് റബ്ബറിന് എന്താണ്? നമ്മൾ ചെറിയൊരു എമൗണ്ട് ഓഫ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കൂടിയാൽ തന്നെ അത് തിരിച്ച് ഒറിജിനൽ ഷേപ്പിലേക്ക് വരില്ല. പക്ഷേ സ്റ്റീലിനെയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് ബിഹേവിയറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അത് കാരണമാണ് എന്ത്? സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റീൽ ഓർ റബ്ബർ ഈസ് മോർ ഇലാസ്റ്റിക് എന്ന് ചോദിച്ചാൽ സ്റ്റീൽ ഈസ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. അപ്പോൾ ഇതാണ് റബ്ബറിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ്. ഇത് ചോദിക്കൊന്നുമില്ല. മറ്റേ സ്ട്രെസ് സ്ട്രെയിൻ ഈ കർവാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു കർവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ചെറിയൊരു എമൗണ്ട് ഓഫ് സ്ട്രെസ് തന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് സ്ട്രെയിൻ കൂടി വലിയ സ്ട്രെയിൻ ആവുകയാണ് അല്ലേ? അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ഡക്റ്റൈൽ മെറ്റീരിയൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽ. ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ലാർജ് എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ദ ഫ്രാക്ചർ പോയിന്റ്. അങ്ങനത്തെ ഉള്ള മെറ്റീരിയലിനാണ് എന്ത് പറയുക? ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ദ ഫ്രാക്ചർ പോയിന്റ്. അപ്പം ബ്രിട്ടിൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. we can say that brittle materials are fractured soon after the elastic limit is crossed. Ductile materials എന്ന് പറഞ്ഞാൽ plastic deformation for ductile materials is very large. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയരുത്. ഓക്കെ, ഇനി വരുന്ന വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഹുക്സ് ലോ ഇൻ ഇലാസ്റ്റിസിറ്റി. അപ്പം ഇതിൽ നമ്മുടെ സിലബസിൽ വെറും ഹുക്സ് ലോ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഹുക്സ് ലോ മാത്രം പഠിച്ചിട്ടൊരു കാര്യമില്ല. നമ്മൾ അതിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കലിൽ നിന്ന് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യണമെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പഠിക്കണം. അപ്പം ഹുക്സ് ലോ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ലോ ആണ്. അക്കോർഡിംഗ് ടു ഹുക്സ് ലോ, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അതാണ് എന്ത്? ഹുക്സ് ലോ. അതായത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. അതാണ് ഹുക്സ് ലോ പറയുന്നത്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പം ഇതിൻ്റെ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിനെയാണ് എന്ത് നമ്മൾ പറയുന്നത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി തന്നെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീൻ്റെ യൂണിറ്റ്?
നമുക്കറിയാം സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതേപോലെ സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. അപ്പം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റീൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ യൂണിറ്റ് ഓഫ് കോൺസ്റ്റൻറ്റ്, ആ കോൺസ്റ്റൻറ്റ് എന്താണ്? ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് എന്ത്? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഓക്കെ, യൂണിറ്റ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്തുകൊണ്ടാണ്? സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല. ഓക്കെ, അപ്പം നമുക്കൊന്ന് വേഗത്തിൽ 3 ടൈപ്സ് ഓഫ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? യങ്സ് മോഡുലസ്, പിന്നെ ബൾക്ക് മോഡുലസ് ഉണ്ട്, പിന്നെ റിജിഡിറ്റി മോഡുലസ് ഉണ്ട്. യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ലീനിയർ ആയിട്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ സസ്പെൻഡ് ചെയ്തു, അതിനെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് എന്താണ്, ഒരു വെയിറ്റോ എന്തെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിന് ഇലോങ്ങേഷൻ സംഭവിക്കും. അപ്പം ഇതാണ് എന്ത്? ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പം ഇത് അപ് ടു ദിസ് എന്താണ്? ലെങ്ത് എൽ തന്നെയാണ്. അപ്പം നമ്മളൊരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമ്മളൊരു വെയിറ്റ് ആഡ് ചെയ്തു എന്ന് വെച്ചോളൂ അടിയിൽ. അപ്പം അതിൻ്റെ വെയിറ്റ് എഫ് ഇസ് ഈക്വൽ ടു എം ജി താഴോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിനൊരു ഇലോങ്ങേഷൻ, എത്ര ഇലോങ്ങേഷൻ വരും? ഡെൽറ്റ എൽ എമൗണ്ട് ഓഫ് ഇലോങ്ങേഷൻ വന്നു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ ആ റേഷ്യോ അതെന്താണ്? സ്ട്രെയിൻ ആയിരിക്കും. അപ്പം യങ്സ് മോഡുലസ് represented by y, that is equal to tensile strength by longitudinal strain. Tensile stress divided by longitudinal strain. ഇതാണ് എന്ത്? യങ്സ് മോഡുലസിൻ്റെ ഡെഫിനിഷൻ. അപ്പം നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്താണ്? എഫ് ബൈ എ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്താണ്? ഡെൽറ്റ എൽ ബൈ എൽ. അപ്പം നമുക്ക് യങ്സ് മോഡുലസ് y ഇസ് ഈക്വൽ ടു ടെൻസൈൽ സ്ട്രെസ് എഫ് ബൈ എ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനസ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അതാണ് എന്ത്? സ്ട്രെയിൻ. അപ്പോൾ നമുക്ക് എഫ് ബൈ എ ഈ ഡെൽറ്റ എൽ ബൈ എൽ, അപ്പോൾ അതിൻ്റെ എൽ മേലോട്ട് പോയ എൽ ബൈ ഡെൽറ്റ എൽ എന്ന് വരും. അപ്പം യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താണ്? y ഇസ് ഈക്വൽ ടു എഫ് എൽ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ എൽ. അപ്പം ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്, എൽ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ലെങ്ത് ആണ്. എഫ് എന്നുള്ളത് ഇവിടെ ഈ കേസിൽ എന്താണ്? എം ജി വരും. നമ്മുടെ അതിൻ്റെ വെയിറ്റ് വെച്ചിട്ടാണ് അതിന് ഇലോങ്ങേഷൻ സംഭവിക്കുന്നത്. അല്ല, നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് അതിന് ഇലോങ്ങേഷൻ സംഭവിക്കുന്നതെങ്കിൽ അത് എത്ര എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണോ അതാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതേപോലെ ഏരിയ എന്നുള്ളത് അതാ ഇതിൻ്റെ പൈആർ സ്ക്വയർ. വയറിനെയാണ് നമ്മൾ ഇലോങ്ങേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഏരിയ പൈആർ സ്ക്വയർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ജനറൽ ഇക്വേഷൻ പഠിച്ചാൽ മതി, പിന്നെ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. അപ്പം ബൾക്ക് മോഡുലസിൻ്റെ എന്താണ്? ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾക്ക് മോഡുലസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ വെച്ചിട്ടാണ്. അപ്പം കെ ഇസ് ഈക്വൽ ടു ബൾക്ക് സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ. നമ്മൾ സ്ട്രെസ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചതാണ് എന്ത്? ബൾക്ക് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ, അതാണ് എന്ത്? ബൾക്ക് മോഡുലസ്. വോളിയം സ്ട്രെയിൻ. അപ്പം ബൾക്ക് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ബൾക്ക് സ്ട്രെസ് എന്ന് വെച്ചാൽ എഫ് ബൈ എ തന്നെയാണ്. അപ്പം അതിനെ നമുക്ക് പ്രഷർ പി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം അല്ലേ? സ്ട്രെസ് അപ്ലൈഡ്, ദ സ്ട്രെസ് ഈസ് നോർമൽ ഫോഴ്സ് അപ്ലൈഡ് പെർ യൂണിറ്റ് ഏരിയ, സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ പ്രഷർ. അപ്പം വോളിയം സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മൈനസ് ഡെൽറ്റ വി ബൈ ബി ആണ്. ഇവിടെ വോളിയം ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പം ബൾക്ക് മോഡുലസ് കെ ഇസ് ഈക്വൽ ടു പി ഡിവൈഡഡ് ബൈ മൈനസ് ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി. അപ്പം നമുക്ക് എഴുതാം മൈനസ് പി വി എന്ന് വെച്ചാൽ ഒറിജിനൽ വോളിയം ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ വോളിയം. അപ്പം ഇതെന്താണ്? ബൾക്ക് മോഡുലസ്. ഈ ബൾക്ക് മോഡുലസ് തന്നെ വേറൊരു കാര്യം പഠിക്കാനുള്ളതാണ് കംപ്രസിബിലിറ്റി. കംപ്രസിബിലിറ്റീനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബി എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ് ഈസ് കോൾഡ് ആസ് കംപ്രസിബിലിറ്റി. 1/k, ദാറ്റ് ഈസ് കോൾഡ് ആസ് കംപ്രസിബിലിറ്റി. അപ്പം ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ബൾക്ക് സ്ട്രെസ്സിൻ്റെ ഇതിൻ്റെ ബൾക്ക് മോഡുലസിൻ്റെ
യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ. അപ്പം ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ന്യൂട്ടൺ റേസ് ടു -1 മീറ്റർ സ്ക്വയർ. അതാണ് എന്ത് കംപ്രസിബിലിറ്റീൻ്റെ യൂണിറ്റ് വരിക. ഇനി ലാസ്റ്റ് ഒരു മോഡുലസ് കൂടി പഠിക്കാം, ഷിയർ മോഡുലസ് ഓർ മോഡുലസ് ഓഫ് റിജിഡിറ്റി. അപ്പം ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് വെച്ചാൽ ടാൻജൻഷ്യൽ സ്ട്രെസ് ടു ദ ഷിയർ സ്ട്രെയിൻ. അപ്പം റിജിഡിറ്റി മോഡുലസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് ഈറ്റ. ഈറ്റ ഈസ് ഈക്വൽ ടു ടാൻജൻഷ്യൽ സ്ട്രെസ്. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്, നിങ്ങൾ ലക്കിയാണ്, വളരെ കുറച്ച് മാത്രമേ ഇതൊന്ന് പഠിക്കാനുള്ളൂ. ടാൻജൻഷ്യൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഷിയർ സ്ട്രെയിൻ അപ്പോൾ ഇതൊക്കെ ഹുക്സ് ലോൻ്റെ എക്സ്റ്റൻഷനായിട്ട് വരുന്ന കാര്യമാണ്. നമ്മുടെ സിലബസിൽ ഹുക്സ് ലോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും വെറും ഹുക്സ് ലോ പഠിച്ചിട്ട് ഒരു അർത്ഥമില്ല. ഈ മോഡുലസ് പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഹുക്സ് ലോ മാത്രം പഠിക്കുന്നതിനൊരു കാര്യമില്ല. അപ്പോൾ അതിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇതും കൂടി എക്സ്റ്റൻഷനായിട്ട് പറഞ്ഞത്. ഒരുപാട് സമയം നടക്കില്ല, ഈ 3 ഇതിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ടാൻജൻഷ്യൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ടാൻജൻഷ്യൽ സ്ട്രെസ് എന്താണ്? F/A ഡിവൈഡഡ് ബൈ ഷിയർ സ്ട്രെയിനിന് നമ്മൾ തീറ്റ അല്ലെങ്കിൽ ടാൻ തീറ്റ ആയിട്ട് എടുക്കാം. അപ്പം എന്ത് പറ്റും? F/A തീറ്റ എന്ന് വരും അല്ലേ. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ഷിയർ സ്ട്രെയിൻ എന്നുള്ളത് ടാൻ തീറ്റയാണ്. ഫോർ സ്മോൾ എമൗണ്ട് ഓഫ് തീറ്റ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഇറ്റ് സെൽഫ്. അപ്പം തീറ്റേൻ്റെ വാല്യൂ എന്താണ്? തീറ്റ ഈസ് ഈക്വൽ ടു x/L, നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. അപ്പം ഈറ്റ ഈസ് ഈക്വൽ ടു F/A ഡിവൈഡഡ് ബൈ, ഇവിടെ എന്ത് എഴുതാം നമുക്ക്? ഡെൽറ്റ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ. അപ്പം FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ എക്സ്. ഇതാണ് എന്ത്? ഷിയർ മോഡുലസ് ഓർ റിജിഡിറ്റി മോഡുലസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ക്ലാസ് നന്നായിട്ട് കേൾക്കുക, എല്ലാ ഇക്വേഷൻസും എഴുതിയെടുത്ത് പഠിക്കുക. അത്രയും ദിവസങ്ങൾ നമുക്ക് 1 മാസത്തെ സമയമാണ് ഇനി ഉള്ളത്. കൃത്യമായിട്ട് ഫോക്കസ് ഏരിയ വെച്ചിട്ട് പഠിക്കുക. അപ്പം ഉടനെ തന്നെ ഞാൻ അടുത്ത ഇതേ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ്, നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോഴേക്കും ഈ ഇക്വേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഫുൾ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ 11th എക്സാം കഴിഞ്ഞ ഉടനെ നമ്മൾ 12th ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം സ്റ്റാർട്ട് ചെയ്യാത്തത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി 1 മാസത്തേക്ക് നിങ്ങൾ 12th ഒന്നും പഠിക്കില്ല. അപ്പം എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ 12th ആദ്യത്തെ ചാപ്റ്റർ തൊട്ടിട്ട് നമുക്ക് എല്ലാം കവർ ചെയ്യാം. അപ്പം നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.